വന്നേ ചാരേ പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ കണ്ണോട് കാവലായി കസ്തൂരി തെന്നലില്ലേ കുഞ്ഞു കുറുമ്പോളവുമായി കൂടെ ഞാനും ഇല്ലേ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു പാർവതി. പക്ഷെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഗ്രാൻഡ് ഫിനാലിൽ വരിക എന്ന് പറയുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനർജിയും അത് വിൻ ചെയ്യുമോ എന്നുള്ള ടെൻഷനും അത് വിൻ ചെയ്യുമ്പോഴുള്ള സന്തോഷവും ഇൻ കേസ് അത് വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെടുക്കുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റും അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഒക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ഭയങ്കര വലിയൊരു എന്താ പറയാ ഒരു കൃത്യമായ ഒരു പ്ലേസിംഗ് ആണ്. അതെ, ആസിഫിക്കൊക്കെ എനിക്ക് തോന്നുന്നു അമൃത TV ഒരു പുതിയൊരു വേദിയല്ല അല്ലേ? മുന്നേ ആസിഫിക്ക വന്നിട്ടുണ്ട്. ആ ഒരു മെമ്മറി നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ആദ്യം പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. കാര്യം ഇതുപോലൊരു ഗ്രാൻഡ് ഫിനാലേക്ക് കുത്തിയിരുന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജോബും അതിനുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് മലയാളം ടെലിവിഷൻ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് വരുന്നൊരു റിയാലിറ്റി ഷോയെ അവര് സെലക്ട് ചെയ്ത പാട്ടുകള് ഇപ്പോഴും അന്ന് കേട്ട പല പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ പെർഫോമൻസസ് കൂടെയായിരുന്നു. താനേ തിരിഞ്ഞും ഞാൻ എനിക്കുള്ള പണി ഞാൻ തന്നെ ചോദിച്ചു. ഞാൻ ആ പാട്ട് പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ആ പെർഫോമൻസിനടുത്ത് ജോബോ സംഗീതം ആരോ ഒരാൾ പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു. പിന്നെ ബെസ്റ്റ് ആക്ടർ അമൃത TV ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്തില്ല സർത്തിട ഞങ്ങള്. റിയാലിറ്റി അതിന്റെ ഫസ്റ്റ് സീസൺ ഓഡിഷന് പോയ ഞങ്ങൾ ഇപ്പൊ മലയാള സിനിമയിലുള്ള 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ വെച്ച് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു എന്റെ ഓഡിഷൻ ഞാൻ പങ്കെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്ന് എന്നെ സെലക്ട് ചെയ്തില്ല. ഇല്ല ആസിഫേ, നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഓഡിഷന് പോയിട്ട് മഹാവൃത്തികെട്ട ശബ്ദം എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച ആളാണ്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ആസിഫ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ എന്തെങ്കിലും. പക്ഷെ ആസിഫിക്ക സോ പ്രൗഡ്. ഇന്ന് എന്താണല്ലേ ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആസിഫിക്ക. എന്തായാലും എനിക്ക് തോന്നുന്നു ആസിഫിക്ക് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാട്ടിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാ? എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ? പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ മൂഡ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉള്ള കുറച്ച് ഹാപ്പി ആയിട്ട് എനർജി തരാൻ പറ്റിയ സോങ് വേണം. കിടക്കാൻ പോകുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സോങ്സ് വേണം. ഇപ്പോൾ ലൊക്കേഷനിലാണെങ്കിലും ഷോട്ടിന് പോകുകയാണെങ്കിലും ഒരു ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്ത് തരുന്നത് നല്ല പാട്ടുകളാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് സത്യേട്ടൻ്റെ പടത്തിൽ ഞാനും മമതയും കൂടെ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, ആരോ പാടുന്നു ദൂരെ എന്ന് പറഞ്ഞ്. ആ പാട്ടാണ് ശരിക്കും എന്നെ അന്ന് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരത്തേട്ട, ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ അതെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കും. അപ്പം ഞാൻ ചെന്നിങ്ങനെ ആദ്യം കേൾക്കുന്നത് ചിത്ര ചേച്ചി പാടി തുടങ്ങുന്നു. അപ്പൊ ഞാൻ ചിത്ര ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫീമെയിൽ വോയിസ് കേട്ടു. മെയിൽ വോയിസ് കേൾക്കാൻ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഹരിഹരൻ സാറിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്റെ അല്ലേ ശരത്തേട്ട, ആ പാട്ട് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് വേണ്ടി ഹരിഹരൻ സാറിന്റെ വോക്കലിൽ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് എന്റെ കരിയറിലെ 2ാമത്തെ സിനിമയില് അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. എഗെയിൻ ഇളയരാജ സാറിന്റെ മ്യൂസിക്. രാജാ സാറിനെ കുറിച്ച് നമ്മൾ പറയാത്തൊരു ദിവസം പോലും ഇല്ല ആസിഫിക്ക നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫ്ലോറില്. ഓക്കെ, അപ്പോ ആസിഫിക്ക് ഇപ്പൊ എത്തിയ സ്ഥിതിക്ക് ഇതിനു മുന്നേ കുറെ സിനിമയിൽ അഭിനയിച്ചൊരു നായകൻ എത്തിയിരുന്നു. ഓഹോ, അങ്ങോട്ട് നോക്കാം.
കൊറേ സിനിമകളിൽ. ഹായ് ധ്യാൻ ചേട്ടാ, ആസിഫിക്ക വന്നേക്കുന്നു. ആരാണ് ഞങ്ങൾ ഇടക്കിടെ കാണുന്ന അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇങ്ങനെ ഒരു മ്യൂസിക് ഗ്രാൻഡ് ഫിനാലേക്ക് ജഡ്ജായിട്ട് കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. എന്റെ കുറച്ചു നേരം എന്റെ പാട്ട് നിങ്ങൾ കാണണമായിരുന്നു. അയ്യോ, പാട്ട് പാടി. ആ. ഓ അത് ശരി. അതാണ് ഞാൻ 4 മണിക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട 5 മണിക്ക് ഇറങ്ങാം. 1 മണിക്കൂർ പോയി. അല്ല, വന്നപ്പോ ഒരു പാട്ട് പാടി, പിന്നെ കുറെ സംഗതികളുള്ള പാട്ട് പാടി, അതിൽ അഭിനയിച്ചു, കുറെ പരിപാടികൾ ചെയ്തിട്ടാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. വന്നിരുന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യായിക്കോ. വളരെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് അവരുടെ. അതെ. അവരെന്തും ചെയ്യും. അല്ല, എന്തായാലും ധ്യാൻ ചേട്ടൻ വന്നപ്പോ 2 പേര് പാടി. ആസിഫിക്ക പ്ലീസ്. ഇല്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ പാടാം. ആണോ? ഇവിടെ പാടും? ഇവിടെ പാടും ഉറപ്പായിട്ടും. നോക്കാം. ഓക്കേ. ആസിഫെ പാട്. എന്റെ പൊന്നേട്ടാ, ചേട്ടന്റെ ഫ്രണ്ടിൽ നിന്ന് പാടാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ ആസിഫിന്റെ പുറകെ വന്നിരിക്കാം. ധ്യാൻ ചേട്ടൻ ഒന്ന് മോട്ടിവേറ്റ്. ആ സ്ഥിരം പാടുന്ന പാട്ട് പാടും. മറ്റേ കയ്യടി മേടിക്കണ പാട്ട്. ഞാൻ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വിനീതിന്റെ ആദ്യത്തെ പാട്ടാണ്. പാടട്ടെ? ആഹാ. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മെഹറും കൊണ്ട് നടന്നവർ കൂനി കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞൂറന്നി പഴയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. Oh, I'm so honored. Thank you so much.